എൻ്റെ പേര് ജയ് തോമസ് എന്നാണ്. വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സെന്റ് മേരീസ് കോളേജ്, സുൽത്താൻബത്തേരി. I have two kids. First one is studying in 5th standard and other one is studying in 3rd standard. ലീഗ് തുടങ്ങിയതിന് ശേഷം കണ്ടൊരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് മടി കാണിക്കുന്നില്ല. സ്കൂളിലേക്ക് പോകാനായിട്ട് മടി കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ EVSോ പോലുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ നോട്ട്ബുക്സ് ആ ഒരു കാര്യം കാണുന്നില്ല. അതിനുവേണ്ടി അവർ പറയുന്നത് ക്ലാസ്സിൽ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ കുറെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കുറെ പെൻസിൽ അതൊക്കെ വെച്ചിട്ടും ഒക്കെയാണ് ആ പ്രോഗ്രസ് ഒക്കെ കാണിക്കുന്നത്. ഈ EVS വരുന്ന EVSന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും സ്കൂളിൽ SLC നടത്തിയിരുന്നു, ഈ വർഷവും നടത്തിയിരുന്നു. അപ്പം എനിക്ക് പ്രകടമായ ഒരു വ്യത്യാസം കണ്ടത് കഴിഞ്ഞ വർഷത്തിന് ശേഷം ഈ വർഷം നമ്മളത് കാണുമ്പോഴാണ് കുട്ടികൾ കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ ഒരുപാട് കോൺഫിഡൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല കോൺഫിഡൻസോട് കൂടിയാണ് അവർക്ക് ഒരു ബിഗ് ഓഡിയൻസിനെയൊക്കെ ഫേസ് ചെയ്യാൻ ഒരു പേടിയില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് വരുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. അത് മുൻകൂട്ടി അതിലെന്താണോ പറയുന്നത് അതേ കാര്യങ്ങളാണ്, സ്കിൽ ഓറിയന്റഡ് ആയിട്ടാണ് ഈ പറയുന്ന ലീഡിലും കാര്യങ്ങളെല്ലാം ടോപ്പിക്സ് എല്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് പോലെയുള്ള കുറച്ചുകൂടി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ബാങ്കിലേക്ക് പോവാറുണ്ട്.